അപ്പം എനിക്ക് പാർട്ടി ഒരു സീറ്റ് സമ്മാനിച്ചു. തോൽവി സമ്മതിച്ചു. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. എല്ലാവർക്കും അറിയാം അവിടെ നിന്നാൽ തോക്കും. ഞങ്ങൾ തോറ്റേന്റെ സങ്കടം ആഘോഷിക്കുക. ഓർത്തോണ്ടിരുന്ന സങ്കടം വരും. അത്രയും വോട്ടിന് തോക്കണ്ടായിരുന്നു ഞാൻ. ഇനി എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റുപറ്റിയാലും ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല. ആന്ന് സഹിക്കാൻ പറ്റണ്ടേ? ഞാനൊക്കെ മാറി ഇന്ന് കരയേന്. തോറ്റുപോയെന്ന് ഓർത്തിട്ട് കോൺഗ്രസിൽ നിന്ന് പോകുന്ന ആളോ അല്ലെ BJP ചേരുന്ന ആളൊന്നുമല്ല ഞാൻ. ശരി, അപ്പൊ ഞമ്മക്കിട്ട തോട്ടിയാണല്ലേ? അല്ല, കോൺഗ്രസ് കുറെ മെച്ചപ്പെടാനുണ്ട്. എന്താ സംശയം? ഇങ്ങനെ ഗതിയില്ലാത്തവനായിട്ട് എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നത്? ഇലക്ഷൻ ടൈമിലൊന്നും ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്ന്. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ ഇത് എന്നോട് പറഞ്ഞില്ല? അത് മാത്രം പറയരുത്. UDF-നുണ്ടായ അപ്രതീക്ഷിതമായ പരാജയത്തിന്റെ കാരണങ്ങൾ എന്താണ് എന്ന് ഞങ്ങൾ പരിശോധിക്കും, ഞങ്ങൾ വിലയിരുത്തും. എന്നിട്ട് കൂട്ടായ ചർച്ചകളിലൂടെ മുന്നോട്ട് പോകും. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. പിഷാരടിക്ക് കുറച്ച് പൊക്കമൊക്കെ ഉണ്ട്, താങ്കൾക്ക് പൊക്കം കുറവാണെന്നിരിക്കട്ടെ. അതാണ് മാറ്റർ. എന്തിനാണ് അങ്ങനെ പറയുന്നത്? അത് മാനസിക രോഗികളാണ്. അങ്ങനെ പറയരുത്. എല്ലാവരും അങ്ങനെ കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. മുല്ലപ്പള്ളി സാറിന് ഞാൻ ഈ കംപ്ലൈന്റ് അയച്ചു. എനിക്കൊരു റിപ്ലൈ തന്നെയല്ലോ. എന്തൊരു ദുഷ്ടനാടോ താൻ. കോൺഗ്രസ് പാർട്ടിക്ക് എപ്പോഴും തോൽവിയാകുന്നത് കോൺഗ്രസ്സുകാർ തന്നെ. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. അങ്ങനെയെങ്കിൽ നമുക്ക് ആ രണ്ടുപേരും പാട്ട് പാടി ഇത് അവസാനിപ്പിക്കാം. വേണ്ട ചേട്ടാ, ശരിയാവില്ല. പാടി തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്, തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്. എന്തോ ഞാൻ അതിന് തന്നാലും പിടിച്ചില്ല.